ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു ഫിഷ് ടാങ്ക് ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ ഇടുന്നത്. ഈ ഫിഷ് ടാങ്ക് കാണുമ്പോൾ നല്ല ഭംഗിയായിട്ട് ഒരു കുഴപ്പമില്ലാണ്ടിരിക്കുന്ന പോലെ തോന്നുമെങ്കിലും ഇതിനകത്ത് നിറച്ച് ഭയങ്കര അഴുക്കാണ് കേട്ടോ. ആ കല്ലുകളില്ലേ, അതിൻ്റെ അടിയിൽ നല്ല ഫുൾ അഴുക്കാണ്. ഞാനിപ്പോൾ കുറച്ച് നാളായി എൻ്റെ ഫിഷ് ടാങ്ക് ഒന്ന് ക്ലീൻ ചെയ്തിട്ട്. ഞാൻ ഫിഷിനെല്ലാം മാറ്റി ഒരു പകുതിയിൽ താഴെ വെള്ളം ഞാൻ കളഞ്ഞ് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അതിനുശേഷം ബാക്കി നമുക്ക് ക്ലീനിങ് ഭാഗത്തേക്ക് കിടക്കാം. ആദ്യം നമ്മൾ ആ മുകളിലുള്ള ഗ്ലാസ് മാറ്റിയതും അതിന് ശേഷം ഇതിൻ്റെ അകത്തുള്ള ഇത് കണ്ടോ, ഇങ്ങനെ നോക്കുമ്പോൾ നല്ല നീറ്റായിട്ടിരിക്കുന്നുണ്ട്. പക്ഷേ കുറച്ച് അടിവശം, ആ കല്ലിൻ്റെയൊക്കെ അടിവശം കുറച്ച് വൃത്തികേടാണ്. ഞാൻ ആദ്യം തന്നെ ആ മോട്ടറൊക്കെ റിമൂവ് ചെയ്തിട്ടാണ്. മോട്ടർ ഉണ്ടായിരുന്നു, പിന്നെ അതുപോലെ ഹീറ്ററുണ്ട്, ഹീറ്ററും ഒക്കെ റിമൂവ് ചെയ്തു. ഇതിൻ്റെ അകത്തുള്ള ഈ മോട്ടറിൻ്റെ അകത്തുള്ള ഒരു സ്പോഞ്ച് പോലത്തെ സാധനമുണ്ട്, അതിനകത്താണ് ഏറ്റവും കൂടുതൽ അഴുക്ക് പിടിച്ചിരിക്കുക. അപ്പം അത് കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ കാര്യമായിട്ട് അങ്ങ് ക്ലീൻ ചെയ്തു. ഓരോ പാർട്സ് ഈ മോട്ടറിനെ ഊരിയിട്ടൊക്കെയാണ് ക്ലീൻ ചെയ്തത്. അതിന് ശേഷം അതിൻ്റെ അകത്തുള്ള ഓരോ ഐറ്റംസും എടുത്തിട്ട് ക്ലീൻ ചെയ്യണം. ഇതിനകത്ത് കുറേ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇത് ഹീറ്ററാണ് കേട്ടോ, ഇത് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ആണ്. അതെല്ലാം എടുത്തിട്ട് എല്ലാത്തിലും ഇങ്ങനെ പായൽ പോലെയൊക്കെ പിടിച്ചിരിക്കുന്നുണ്ടാവും. അപ്പോൾ അതെല്ലാം നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യണം. ഇത് ഇച്ചിരി ഒരു മെനക്കെട്ട പണിയാണ്, എന്നാൽ പോലും ഇതല്ല ആക്ച്വലി ആ സ്റ്റോൺ മാറ്റി ക്ലീൻ ചെയ്യലാണ് ഇത്തിരി പാടുള്ള ഒരു പരിപാടി. അപ്പോൾ ഇങ്ങനെ ഓരോന്നായിട്ട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ സ്റ്റോൺ എടുക്കാൻ ഞാൻ എളുപ്പത്തിൽ ചെയ്യണത് നമ്മുടെ കുപ്പവാരിയില്ലേ, അത് വെച്ചിട്ട് ഞാൻ വാരി എടുക്കുക ചെയ്യണം. അപ്പോൾ കുറച്ചും കൂടെ എളുപ്പത്തിൽ കിട്ടും. ഇത് ഫുൾ താഴെയൊക്കെ ഗ്ലാസ് ആയതുകൊണ്ട് കുറച്ചൊന്ന് സൂക്ഷിച്ച് സോഫ്റ്റായിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ വല്ല പൊട്ടലൊക്കെ പെട്ടെന്ന് വീഴാൻ ചാൻസ് ഉണ്ട്. കുറച്ച് കട്ടിയുള്ള ഗ്ലാസ് ആണെങ്കിൽ പോലും ഇങ്ങനത്തെ അക്വേറിയത്തിൻ്റെ ഗ്ലാസ് അല്ലേ, അപ്പം നമുക്കൊരു പേടിയാവും. എൻ്റെ അടുത്ത് ഒരിടയ്ക്കൊരു ബൗളുണ്ടായിരുന്നു, ചെറിയ ബൗള്. ദൈവമേ, ഞാനൊന്നെടുത്തൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയുള്ളൂ, ആ ബൗള് പോയി, പൊട്ടിപ്പോയി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിന് ശേഷം ഈ ഫിഷ് ടാങ്ക് എനിക്ക് കുറച്ചൊരു പേടിയുള്ളതാണ്. ഇതിന് ആ ബൗളിനേക്കാളും കട്ടിയുള്ള ഫിഷ് ടാങ്കാണ്, എന്നാൽ പോലും ഒരു പേടിയാണ്. അപ്പോൾ ഞാൻ ഇത്തിരി പതുക്കെ ചെയ്യുള്ളൂ കേട്ടോ. ഇത്തിരി ടൈം കൺസ്യൂമിങ് ആണ്, എന്നാൽ പോലും നല്ല നമുക്ക് വൃത്തിയാക്കാൻ പറ്റും, നന്നായി നീറ്റാവുകയും ചെയ്യുവേ. ഇതിനകത്ത് ഇത് ആ സ്റ്റോണെല്ലാം കൊണ്ടുപോയി ക്ലീനാക്കി കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ ഈ സ്റ്റോണിൻ്റെ മുകളിൽ കുറേ ഈ കക്കയില്ലേ, കക്ക, ചെറിയ കുഞ്ഞ് ശംഖ് പോലത്തെ അങ്ങനത്തെ കുറച്ച് നല്ല ഭംഗിയുള്ള കുറച്ചെണ്ണം അത് നേരിട്ട് നമ്മൾ ഈ ബീച്ച് സൈഡിൽ നിന്നൊക്കെ കിട്ടിയിട്ടുള്ള, നേരിട്ട് അവിടെ നിന്ന് പിറക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെല്ലൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനത്തെ ഷെല്ലുകളൊക്കെ മാറ്റി വെച്ചിട്ട് ഈ ഒരേപോലത്തെ ഉരുളൻ കല്ലുകൾ ആദ്യം വെച്ചു. അതിന് ശേഷം ഇത് മുകളിലായിട്ട്, അപ്പം കുറച്ചൊരു ഡിസ്പ്ലേ പീസ് പോലെ നമുക്ക് ഇങ്ങനെ മുകളിലായിട്ട് കാണാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഷെൽസ് എല്ലാം സെപ്പറേറ്റ് ആയിട്ട് ഇത് വെച്ചതിന് ശേഷമാണ് കേട്ടോ വെച്ചത്. അങ്ങനെ എന്താ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹീറ്ററും മോട്ടറെല്ലാം ഫിറ്റ് ചെയ്തു കേട്ടോ. ഇത് ആ ഓക്സിജൻ്റെ ഇത് വരുന്നത് നമ്മൾ അതിൻ്റെ മുകളിലാണ് ഈ വോൾക്കാനോ പോലത്തെ സാധനം വെക്കണം. അപ്പോൾ അത് ഇങ്ങനെ ഒട്ടിച്ച് വെക്കണം സൈഡിൽ കൂടെ. അതാണ് കേട്ടോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ട്യൂബ് ഇങ്ങനെ അടിയിൽ കൂടെ പോകുന്നുണ്ട്. എന്നിട്ട് ആ കറക്റ്റ് വരുന്നതിൻ്റെ എൻഡിൽ കൊണ്ടുവന്നിട്ടാണ് ഈ വോൾക്കാനോ പോലത്തെ സാധനം ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് വോൾക്കാനോയുടെ അകത്ത് കൂടെ ബബിൾസ് വരും കേട്ടോ. ഞാൻ പിന്നെ അടുത്ത് വാട്ടർ ഫില്ലിങ് തുടങ്ങി. എനിക്ക് നീളമുള്ള ഓസില്ല,
അപ്പം അതുകൊണ്ട് ഞാനെന്താ ചെയ്യുക, 2 ഇതുപോലത്തെ പാത്രം വെച്ചിട്ട് അതിൻ്റെ അകത്ത് വെച്ചിട്ട് നിറയ്ക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെ ഓരോ പ്രാവശ്യം കൊണ്ടുവന്നിട്ട് നിറയ്ക്കും. ഡയറക്റ്റ് ഓസ് ഉണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് പൈപ്പിലേക്ക് ഫിറ്റ് ചെയ്തിട്ട് ചെയ്താൽ മതിയായിരുന്നു. അത് എൻ്റെ അടുത്തില്ല. അപ്പം ഞാനിങ്ങനെ ചെയ്യാറ് കേട്ടോ. പിന്നെ ഇത് ക്ലോറിൻ പോകാൻ വേണ്ടിയിട്ട് ഒഴിക്കുന്ന ലിക്വിഡാണ്. ഇത് നമ്മൾ ഫിഷ് കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന മീനാണ്, അക്വേറിയത്തിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ അവർ പറഞ്ഞു ഒരു മണിക്കൂറോളം ആ ഇതോടെ കവറോടെ തന്നെ ഇതിൽ ഇറക്കി വെക്കാൻ പറഞ്ഞു. എന്നിട്ട് പിന്നെ ആ വാട്ടർ ടെമ്പറേച്ചറായിട്ട് ഇത് അഡ്ജസ്റ്റ് ആയി കഴിയുമ്പോൾ തുറന്നു വിട്ടാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്താണ്. അതുകൊണ്ടാണ് ആ കവറിൻ്റെ അകത്താക്കിയിട്ട് ഫിഷിനെ ഇങ്ങനെ വെച്ചിരുന്നത് കേട്ടോ. അതിന് ശേഷം ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ആ ഫിഷിനെയൊക്കെ തുറന്ന് വെച്ചു. ഞാൻ പറഞ്ഞില്ലേ, വോൾക്കാനോ പോലുള്ളതിൻ്റെ അകത്ത് കൂടെ ബബിൾസ് കറക്റ്റായിട്ട് വരുന്നത്, അത് കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്തുകൊണ്ട് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മൾ മോട്ടർ ഓൺ ചെയ്തു, ലൈറ്റ് ഓൺ ചെയ്തു, എല്ലാം കഴിഞ്ഞു. അങ്ങനെ നമ്മളുടെ ഫിഷ് ടാങ്ക് നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്ന പുതിയ ഫിഷാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.